ഇഡിയുടെ കൂടെ കൂടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും കേജ്രിവാളിന്റെ അനുഭവത്തിൽ നിന്ന് ഒരു പാഠവും പഠിച്ചില്ല. കേരളത്തോട് വിവേചനം അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുപോലും UDF എംപിമാർ പാർലമെന്റിൽ മിണ്ടിയില്ലെന്നും അരുതെന്ന് പറയാൻ UDF എംപിമാർക്കായില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർട്ടികളുടെ നേരെയാണ് ഈ നടപടിയെങ്കിൽ കോൺഗ്രസ് BJPയോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പമാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എല്ലാ ഉദാഹരണത്തിലേക്കും ഇപ്പോൾ പോണ്ടാലോ. ഇപ്പം രാജ്യമാകെ എതിർത്തൊരു കാര്യമാണല്ലോ കെജ്രിവാളിൻ്റെ കേസ്. കെജ്രിവാളിൻ്റെ കേസിൻ്റെ ഉത്ഭവം എങ്ങനെയാ? അത് കോൺഗ്രസ്സാണ് കെജ്രിവാളിനെതിരെ, ആ ഗവൺമെൻറ്റിനെതിരെ, അവർ കൊണ്ടുവന്ന മദ്യനയത്തിനെതിരെയുള്ള ആരോപണവുമായി രംഗത്ത് വരുന്നത്. ആ ആരോപണവുമായി മാത്രമല്ല, ആരോപണം ഉന്നയിച്ച് നിൽക്കുകയല്ല, പോലീസിൽ പരാതി കൊടുത്തു. നിറഞ്ഞ സന്തോഷം ഡൽഹി പോലീസിന്. ഉടനെ കേസ് രജിസ്റ്റർ ചെയ്തു. എന്താ കാര്യം? അപ്പോൾ മറ്റവന് വരാം. ആർക്ക്? ഇഡി വന്നു. കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന, കേരളത്തെ അവഗണിക്കുന്ന, കേരളത്തോട് വിവേചനം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിനോടൊപ്പം ഫലത്തിൽ നിൽക്കുന്ന സമീപനമാണ് ഇവിടെ കോൺഗ്രസും BJPയും സ്വീകരിച്ചു പോയത്. ഇതല്ലേ നമ്മുടെ അനുഭവം? പാർലമെൻറ്റിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. പാർലമെൻറ്റിൽ ശബ്ദിക്കണ്ടേ ഇത്തരം കാര്യങ്ങൾക്കെതിരായി? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും അംഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ശബ്ദമുയർന്നോ?